അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള മുട്ടക്കറിയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പല രീതിയിലും മുട്ടക്കറി ഉണ്ടാക്കാറുണ്ട്. ഇതിപ്പോൾ ഞാൻ എളുപ്പത്തിൽ കുറച്ച് കോക്കനട്ട് മിൽക്ക് പൗഡറൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന മുട്ടക്കറിയാണ്. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും ചെയ്യാം. പക്ഷെ നല്ല ക്രീമി ആയിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പുകളെല്ലാം ഫോളോ ചെയ്യണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള മുട്ടക്കറി റെഡിയാക്കി എടുക്കാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ബാച്ചിലേഴ്സിനാണെങ്കിലും ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്കാണെങ്കിലും ഒക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ മുട്ടക്കറിയാണ് കേട്ടോ. ഇത് അപ്പത്തിന്റെ കൂടെയും ഇടിയപ്പത്തിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു മുട്ടക്കറി ഉണ്ടാക്കിയിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമന്റ് ചെയ്യണത് കൂടാതെ തന്നെ നമുക്കൊന്ന് വാട്സാപ്പും ചെയ്തു തരാം കേട്ടോ. ഇഷ്ടപ്പെട്ട റെസിപ്പികൾ ഫോട്ടോ എടുക്കുക. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഉടനെ തന്നെ ഫോട്ടോ എടുത്തൊന്ന് വാട്സാപ്പ് ചെയ്ത് തരാം. അപ്പോൾ നമുക്കത് മറ്റുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മുട്ടക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 4 മുട്ട വേവിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ 2 തക്കാളി, ചെറിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ 2 തക്കാളി എടുത്തിട്ടുള്ളത്. ഇത്രയും ചെറിയ തക്കാളിയാണ് കേട്ടോ. പിന്നെ 2 പച്ചമുളക്, 2 തണ്ട് വേപ്പില, പിന്നെ എടുത്തിരിക്കുന്നത് 4 മുട്ടയ്ക്ക് 4 സവോള തന്നെ. മീഡിയം വലുപ്പത്തിലുള്ള സവോളയാണ്, അതുകൊണ്ടാണ് 4 എടുത്തത്. സവോള നീളത്തിൽ തന്നെ ചെറിയൊരു തിക്നെസ്സിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന രീതിയിൽ തന്നെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ചൂടുവെള്ളം ചേർക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പച്ചവെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ മുട്ടക്കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. ചൂടുവെള്ളം തന്നെ ചേർത്തിട്ട് മുട്ടക്കറി ഉണ്ടാക്കുക. അതുപോലെ തക്കാളി അരച്ച് തന്നെ ചേർക്കുക. തക്കാളി മുറിച്ച് ചേർക്കുന്നതിനേക്കാൾ ടേസ്റ്റ് അരച്ച് ചേർക്കുമ്പോഴാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സവോളയൊക്കെ ആദ്യം വഴറ്റി തുടങ്ങാം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡിയാക്കാനായിട്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് ഇപ്പോൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ കറിയിലേക്ക് ചേർക്കുന്നുണ്ടെങ്കിൽ ഇനി ചേർക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഞാനിപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നതുകൊണ്ട് സവോള ഒന്ന് ഹാഫ് കുക്കായി വരുമ്പോഴേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന സവോളയും ഒപ്പം തന്നെ 2 പച്ചമുളക് എടുത്തത് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ചേർക്കാം. ഇടയ്ക്ക് നമ്മുടെ തെങ്ങ് വെട്ടുന്ന സൗണ്ട് കേൾക്കാം കേട്ടോ. നമ്മുടെ തെങ്ങ് വെട്ടിക്കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇടയ്ക്ക് ആ ഒരു സൗണ്ടും കൂടി വരാം. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ വേപ്പിലയും ചേർക്കും. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഉപ്പ്, സവോള ഒന്ന് വേഗം കുക്കായി കിട്ടാനായിട്ട്. സവോള കുക്കാവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മുട്ട ഒന്ന് തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ സവോള ഒരു 3/4 ഭാഗം കുക്കായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് വെള്ളം നമ്മൾ തിളപ്പിച്ച് വയ്ക്കുക. തേങ്ങാപ്പാൽ റെഡിയാക്കി വയ്ക്കുക. അപ്പോൾ ഞാൻ തേങ്ങാപ്പാലല്ല ചേർക്കുന്നത്, നമ്മുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ താല്പര്യം അനുസരിച്ച് വീട്ടിൽ ഫ്രഷായിട്ട് തേങ്ങാപ്പാൽ എടുത്തിട്ട് ചേർക്കാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് കോക്കനട്ട് മിൽക്ക് പൗഡർ യൂസ് ചെയ്തിട്ടും ഈ കറി ഉണ്ടാക്കാം. ഞാൻ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ ഞാൻ ഈ സമയത്ത് തക്കാളി അരച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ടില്ല, കുറച്ച് ചെറിയ പീസുകളൊക്കെ ഉള്ള രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുട്ട തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മുട്ട വിട്ടുപോയി. അതെന്താണെന്ന് വെച്ചാൽ പുതിയ മുട്ടയായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ പുതിയ മുട്ട നമ്മൾ കുക്ക് ചെയ്തിട്ട് തൊലി പൊളിക്കുമ്പോൾ ചില സമയത്ത് പൊട്ടിപ്പോവാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ 3 മുട്ടയാണ് ഇതിലേക്ക് ഇടാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പൊടികൾ ആഡ് ചെയ്ത് തുടങ്ങാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നമ്മൾ പച്ചമുളക് ചേർത്തുകൊണ്ട് തന്നെ എരിവുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്തൊന്ന് ഈ പൊടികളൊന്ന് കുക്കായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ ഗരം മസാലപ്പൊടിയാണ്. അപ്പോൾ മല്ലിപ്പൊടിക്കും മുളക് പൊടിക്കും കുക്കിംഗ് ടൈം കൂടുതലുള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യം അത് രണ്ടും ഒന്ന് ഇളക്കി കൊടുത്തത്. ഒരു 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി ഗരം മസാലപ്പൊടിയും കൂടി നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. പിന്നെ നമ്മുടെ മുട്ടയിലൊന്ന് ചെറുതായിട്ട് വരഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലകൾ മുട്ടയിലേക്ക് നന്നായിട്ട് പിടിച്ചോളും.
ഇപ്പോൾ നമ്മുടെ പൊടികളെല്ലാം കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. ഇതുപോലെയാണ് ഞാൻ തക്കാളി അരച്ചിട്ടുള്ളത്. ഇടയ്ക്ക് തക്കാളിയുടെ പീസുകളൊക്കെ ഉണ്ട്. ഇനി ഈ തക്കാളിയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി 1 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ തക്കാളിയുടെ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ മസാല നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. ഇനി ഈ മുട്ടയും കൂടി ഈ മസാലയിൽ കിടന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുട്ടയൊന്ന് ഹാഫായിട്ടൊന്ന് ഫ്രൈ ആയി വരും. ഒരുപാട് അങ്ങ് ഫ്രൈ ആവില്ല, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരും. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളവും തേങ്ങാപ്പാലും ഒക്കെ ചേർക്കാം. അപ്പോൾ നമ്മൾ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ബാക്കിയുള്ള ഉപ്പ് നമ്മൾ ഗ്രേവി ആക്കി കഴിഞ്ഞിട്ടാണ് ചേർക്കുക. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് തേങ്ങാപ്പാലും വെള്ളവും ആഡ് ചെയ്യാം കേട്ടോ. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മുട്ട നമ്മൾ ഇളക്കി തുടങ്ങിയിട്ട് 2 മിനിറ്റ് ആയി. ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ചേർക്കാം. ഇതൊന്ന് കുക്കായി വരട്ടെ ഈ ഗ്രേവിയിൽ കിടന്നിട്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ വെള്ളം കുറച്ചുകൂടി ചേർത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും ചേർക്കാം. അപ്പോൾ ആദ്യം ഒഴിച്ച വെള്ളം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ തേങ്ങാപ്പാൽ, ഞാനിതിപ്പോൾ 2-ാം പാലിൻ്റെ ആ ഒരു തിക്നെസ്സിലാണ് കലക്കി എടുത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗ്രേവി എത്ര വേണം എന്നുള്ളതനുസരിച്ച് നമ്മൾ തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കുക. ഇതിപ്പോൾ ഞാൻ ഈ 1 കപ്പ് മുഴുവനും ഒഴിക്കാൻ പോവുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. ഇനി നമുക്കിതിൻ്റെ ഉപ്പും എരിവും ഇനി നമുക്ക് നമ്മുടെ കറിയുടെ ഉപ്പും എരിവും എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം 1-ാം പാല് കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് 1-ാം പാലും കൂടി ചേർത്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊന്ന് തിളച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഈ 2-ാം പാലിൻ്റെ മിക്സിൽ കിടന്നിട്ട് ഒന്ന് തിളച്ചു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിക്കഴിഞ്ഞു കണ്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മുട്ടക്കറിയാണ്. പക്ഷെ അത്രയ്ക്ക് ടേസ്റ്റുമാണ് ഈ ഒരു മുട്ടക്കറിക്ക്. ഞാൻ എരിവ് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് 1-ാം പാല് റെഡിയാക്കാം. എരിവും ഉപ്പും എല്ലാം കറക്റ്റാണ്. അപ്പോൾ ഞാൻ 1-ാം പാലിലും കൂടി മിക്സ് ചെയ്ത് എടുക്കട്ടെ. ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ഞാൻ കോക്കനട്ട് മിൽക്ക് പൗഡർ ആഡ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ മുട്ടക്കറി തിളച്ച് കുറുകി വരുന്നുണ്ട്. ഞാനൊന്ന് ഇതിലേക്ക് നമ്മുടെ 1-ാം പാല് മിക്സ് ചെയ്തതും കൂടി ചേർക്കുകയാണ്. ഇനി നമ്മൾ വേഗം തന്നെ ഇളക്കുക, ഫ്ലെയിം ഓഫ് ചെയ്യുക. അത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ മുട്ടക്കറി റെഡി ആയി കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി, നല്ല തിക്കായിട്ടുള്ള ഗ്രേവി. അപ്പോൾ സവോള ഇത്രയും തന്നെ കുക്കായില്ല, അല്ലെങ്കിൽ തക്കാളി അരച്ച് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഗ്രേവി ആയി കിട്ടില്ല നമുക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് ചൂടോടുകൂടി തന്നെ അപ്പത്തിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയോ ചപ്പാത്തിയുടെയോ ഒക്കെ കൂടെ ചേർത്ത് കഴിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് മുട്ടക്കറി ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായ റെസിപ്പികൾ കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. തെങ്ങുവെട്ടൽ വ്ളോഗ് ഞാൻ വെറുതെ പറഞ്ഞു. എന്താ വെച്ചാൽ അപ്പുറത്തെ വീട്ടിൽ തെങ്ങ് വെട്ടുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോഴാണ് കണ്ടത്. അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് തെങ്ങ് വെട്ടുന്നത് തെങ്ങ് വെട്ടുന്നത് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ കുറേ പിള്ളേർക്ക്, ഇന്നത്തെ ജനറേഷനിലെ പിള്ളേർക്കൊന്നും തെങ്ങ് വെട്ടുന്നത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ എടുത്തൊന്നും അത്രയേ ഉള്ളൂ. മെഷീനൊക്കെ നല്ല മെഷീൻ മുറിഞ്ഞ താഴെ വീണു.
അതെന്താണെന്ന് അറിയാൻ പാടില്ല, മേളിലേക്ക് മെഷീനിലേക്ക്